ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസ് രാവ് എന്ന് പറയുന്ന ദിവസത്തിന് ഇനി ഒരു ദിവസം കൂടി അവശേഷിച്ചിട്ടുള്ളൂ. നമ്മളുടെ 3 വാരങ്ങളിലെ ക്രിസ്തുമസ് ക്ലീനിങ് വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭംഗി, ആസ്വാദ്യത നമ്മുടെ ഈ ക്രിസ്തുമസിനെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ നേരുകയാണ്. ഇതിനിടയിൽ നമുക്കറിയാം 4-ാം വാരം, ക്രിസ്തുമസിന്റെ 4-ാം വാരം അത് എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് 4-ാം വാരത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, മെറി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. ഞാനേ ഒരു ചെടിയായിട്ടാ വന്നേക്കുന്നത്. എന്താന്ന് മനസ്സിലായോ? ക്രിസ്മസ് വിഷ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം, അതുപോലെ തന്നെ ഇത് നമ്മള് ആത്മാവിന്റെ ഒരു ക്ലീനിങ് ആണല്ലോ. ആത്മാവിനെ ഉദ്ദേശിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ ഇതിന്റെ അടിയിലുള്ള ഈ വേരുകൾ, ഈ വേരും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാമോ സേസ്ലറ്റെ? ഈ വേരാണ് ഈ ചെടിയെ താങ്ങി നിർത്തുന്നത്. അതിന്റെ തായ്വേര് എത്ര ആഴത്തിലേക്ക് പോകുന്നു, അത് ആ ചെടിയുടെ മാധുര്യമാണ്, അതിന്റെ വളർച്ചയാണ്, അതിന്റെ കൊഴുപ്പാണ്, അതിന്റെ അഴകാണ്. ഈ ഒരു സ്ഥാനം നമ്മൾ നമ്മുടെ ഉള്ളില് ആത്മാവിന് കൊടുത്താൽ, ആത്മാവ് നമ്മളെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വളരെ ശക്തരായിരിക്കും, ധീരരായിരിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ ക്ലീനിങ് വളരെ നന്നായിട്ട് നടക്കണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ വിഷയം, അതായത് 4-ാം വാരത്തിലെ വിഷയം ആത്മാവിന്റെ ക്ലീനിങ്. ഈശോ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വളരെ മനോഹരമായ ഒരു ആശയവുമായിട്ടാണ് സിസ്റ്റർ ഹേസ്ലറ്റ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ ചെടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പച്ചപ്പും ഇതിന്റെ ഒരു പൂവിന്റെ നിറം തന്നെ എല്ലാം ആ വേരിൽ നിന്ന് വലിച്ചെടുക്കുന്നത് എന്തോ അതാണ് ഈ ചെടിയെ താങ്ങി നിർത്തുന്നതെന്നൊരു ആശയം. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പടം വരയ്ക്കല്ലേ, ഇപ്പൊ ഒരു ചെടിയുടെ പടം വരയ്ക്കുമ്പോഴാണെങ്കിൽ തന്നെ എനിക്കൊന്നും അധികം വരയ്ക്കാനൊന്നും അറിയത്തില്ല, എങ്കിൽ പോലും നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു വരയെ കൊണ്ട് അടിയിൽ വരച്ചിട്ട് പിന്നെ മുകളിലേക്കുള്ള അതിന്റെ ചില്ലകളും പൂക്കളും ഒക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. വരയ്ക്കുമ്പോൾ പോലും അതിന്റെ അടിയിലെ വേര് നമ്മൾ അങ്ങനെ വരയ്ക്കാറുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. ഞങ്ങൾ വേരുകൾ എന്ന് പറഞ്ഞൊരു ചെറിയ കവിതയുടെ ഭാഗമാണ് പഠിപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുട്ടികളൊക്കെ ഈ എക്സസൈസ് കൊടുത്തു. കുട്ടികളെല്ലാവരും അതിന്റെ ആ മുകൾ ഭാഗം, ഒരു വര വരച്ചിട്ട് അതിന്റെ മുകൾ ഭാഗം വളരെ മനോഹരമായിട്ട്, ആർക്കും താഴേക്ക് പോകുന്നൊരു വേരില്ല. നമ്മളത് പറയുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു മനസ്സിലാകൽ നമുക്കിന്നുണ്ടാകട്ടെ. നമുക്കറിയാം, ഈ കാറ്റ്, കോള്, ഇതൊന്നും വരരുതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്താൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. ഇതിനോട് ഞാൻ എങ്ങനെ പ്രതികരിച്ച്, ഇതിനോട് ഞാൻ എങ്ങനെ പ്രത്യുത്തരിക്കും, അത് എൻ്റെ ആത്മാവിലുള്ള വളർച്ച. ആത്മാവിന്റെ ശക്തി എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത്. നമ്മളുടെ ആത്മാവിന്റെ ശക്തി, അതിന്റെ ആഴം അല്ലെ, ഈ വേര് മണ്ണിനോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നോ, ആത്മബലം എത്ര നേടുന്നോ അതനുസരിച്ചായിരിക്കും ഈ പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളുടെ മേപ്പോട്ട്, അതായത് പുറമേ കാണാവുന്ന ഭാഗം, നമ്മളുടെ ശരീരം, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ പുറത്ത് ഇപ്പം പറഞ്ഞ പോലെ നമ്മളുടെ പ്രത്യുത്തരം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആത്മാവിന്റെ ശക്തി എത്രമാത്രമോ അതനുസരിച്ചായിരിക്കും. നമ്മളുണ്ടല്ലോ, ഒരു ജോലി ചെയ്തു, ഒരു യാത്ര ചെയ്തു, ഈ ക്ഷീണം എന്ന് പറയുന്ന ശരീരത്തിനാണ്. ആത്മാവിന് ഒരിക്കലും ക്ഷീണമില്ല. ആത്മാവ് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളോടൊത്ത് ഉറങ്ങി അതങ്ങനെ വിശ്രമിച്ച് വരുമ്പോൾ നമുക്ക് വലിയൊരു എനർജി കിട്ടും. അതാണ് ഈ അൽഫോൻസാമയൊക്കെ ചോദിക്കുന്നത്, എന്താ കെറുവാണോ, പിണക്കമാണോ, ഇന്നെന്താ ഒന്നും തരാത്ത? അതാണ്, സത്രങ്ങളിൽ മുട്ടിയിട്ടൊന്നും ഈശോയ്ക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല. അവിടെയൊക്കെ ആത്മാവിൽ വളരെ ഒരു ആനന്ദമാണ് പരിശുദ്ധ അമ്മ അനുഭവിച്ചത്. ഈ ഒരു ആനന്ദത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈ ക്രിസ്മസിന്റെ യാത്രയല്ല. അപ്പൊ ഇവിടെ ആത്മാവിൽ നിറഞ്ഞ ഒരു ക്രിസ്മസ് നമുക്ക് വേണ്ട. തീർച്ചയായിട്ടും അതായിരുന്നു നമ്മുടെ ആഗ്രഹം. നമ്മൾ ശുദ്ധീകരിച്ച് ക്രിസ്മസ് ക്ലീനിങ്, നമ്മൾ അതിന്റെ എല്ലാം പരിസരങ്ങളെല്ലാം ശുദ്ധീകരിച്ച് അവസാനം വന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റർ ഹേസ്ലറ്റെ ഒരുപാട് സന്തോഷം, ഇങ്ങനെ മനോഹരമായ ഒരു ആശയം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പാകത്തിന് കൊണ്ടുവന്നതിന് വലിയ സന്തോഷവും വലിയ അഭിമാനവുമുണ്ട്. അതിൽ വലിയ ആനന്ദമാണ് നമുക്ക്. നമ്മളിങ്ങനെ ഒരു ആശയം ദൈവം നമുക്ക് തന്നു. ജോസിയായുടെ ഒരു വലിയ ശക്തി അതിനകത്തുണ്ട്, വലിയ കരം. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ വിളിച്ചപേക്ഷിക്കാം. ജോസിയായ ഒരു പാട്ട് പറഞ്ഞല്ലോ, ഹൃദയത്തിന്റെ
ഒരു പാട്ട് നമ്മുടെ പണ്ട് അമ്മമാരൊക്കെ പാടിക്കൊണ്ടിരുന്ന അതിന്റെ ആ ലൈൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. 1999 മഠത്തിൽ ചേർന്ന സമയത്ത് സിസ്റ്റർ ഗ്ലോറി പഠിപ്പിച്ച ഒരു പാട്ടാണത്. അതിന്റെ ആ ഒരു വരി, ഹൃദയത്തിലാണിതെല്ലാം ഹൃദയത്തിലാണിതെല്ലാം രാജാവേ വാഴ്ക നീണാലീശോ രാജാവേ വാഴ്ക നീണാൽ രാജാവേ വാഴ്ക നീണാൽ. ഈ ഒരു ഹൃദയത്തിന്റെ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു ആശയം ഉള്ളിൽ വന്നപ്പോൾ മുതൽ ഈ ഹൃദയത്തിലാണ് ഇതെല്ലാം, ആ ഒരു ലൈനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത് അന്ന് പഠിച്ച കാലം മുതൽ അങ്ങനെയായിരുന്നു ഉള്ളിൽ തോന്നിയിരുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത് വളരെ കൃത്യമായിട്ട് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഹൃദയമാണ്. നമ്മളുടെ ഹൃദയം വിശുദ്ധീകരിക്കും. നമ്മൾ 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധമായി ഉണ്ണിക്ക് പിറക്കാനുള്ള ഇടമായി നിരന്തരം, ഇത് നിരന്തരം നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറട്ടെ ഈ ക്ലീനിങ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാതെ ആത്മാവിൽ നിറഞ്ഞ് ഉണ്ണീശോയ്ക്ക് ഹൃദയത്തില് പിറക്കാൻ ഇടം കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും 1000 മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ ക്രിസ്മസ് ക്ലീനിങ് ഇന്നും എന്നും തുടരാം. ആത്മാവിൽ ശക്തിപ്പെടാം.